ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി പച്ചക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മൾ വെണ്ടയ്ക്ക് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൂട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക് അതുപോലെ തന്നെ പച്ചമുളകും അതിലേക്ക് ഉള്ളിയും കരിവേപ്പിലൊക്കെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലേശം ഒരു കുക്കറിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ലേശം കല്ലുപ്പ് ആണ് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത്. കറിയിൽ എപ്പോഴും ബെസ്റ്റ് കല്ലുപ്പാട്ടോ. അത് കറീൻ്റെ തുടക്കത്തിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കറിയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ പൊടിപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് താളി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 3 തക്കാളി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ വെന്തോട്ടെ. ആ നേരം കൊണ്ട് നമ്മൾ വേറൊരു കുക്കറിൽ വേണേൽ ഇതാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ വേറൊരു കുക്കറിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മളൊരു 5 6 ഉരുളക്കിഴങ്ങ്, ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് അത്ര എടുത്ത് അത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതിനിടയിൽ ഇവിടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം തേങ്ങ ചിരവിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജീരകമാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് വീണ്ടും നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉരുളക്കിഴങ്ങ് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഉപ്പിൽ വേവാൻ പാടില്ല. അപ്പോൾ ഒരു ഫ്ലേവർ വേണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ മസാലേൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിട്ടുള്ള, ജസ്റ്റ് ഒന്ന് താളിയാൽ മതി, ആ താളിച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പച്ചക്കറീൻ്റെ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ്. ഇനി ബാക്കി വെജിറ്റബിൾസും കൂടി ആ ഒരു മസാല വെള്ളത്തിൽ കിടന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും ഇട്ടിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തതിനുകൊണ്ട് നമ്മൾ അരയ്ക്കുന്ന തേങ്ങയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആ കറി അവിടെ തിളച്ച് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് ലേശം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ലേശം കരിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുകയാണ്. ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടമാവണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.